ഹലോ, നമുക്കിന്ന് ചൂട് മുളകിട്ട കറി ഉണ്ടാക്കാം. ചൂടാന്ന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഞങ്ങളിവിടെ ചൂടാന്നാണ് പറയുക. അതിന് തന്നെ നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിലേക്ക് നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് മൂന്നും കൂടി വഴറ്റി പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം പെരിഞ്ചീരകം ചേർക്കുക. ചിലർക്ക് പെരിഞ്ചീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക. പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക. ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനൊരു പച്ചമണം പോകണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളൊരു വലിയ തക്കാളി ചേർക്കുന്നുണ്ട്. ആ തക്കാളി നന്നായി വെന്ത് വരണം. വെന്ത് നമ്മളൊരു വെള്ളം പരിവാവണം, ഒരു കുഴമ്പ് പോലെ ആവണം. ആ സമയത്ത് നമ്മൾ ചട്ടിയിൽ നിന്ന് ഈ കൂട്ട് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ചട്ടി വെറുതെ കളയണ്ട. ഈ ചട്ടിയിൽ നമ്മൾ പിഴിഞ്ഞ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാരങ്ങ വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ വെള്ളം ഈ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചുഴറ്റിയെടുക്കുക. ആ മസാല കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, പിന്നെ 3-4 പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയില്ലേ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ചട്ടി പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ പുളിവെള്ളത്തിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനാണെങ്കിൽ വെള്ളം ചേർക്കുക, ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അധികം വെള്ളം ആവശ്യമില്ലെങ്കിൽ നമുക്ക് ചേർക്കേണ്ട. വെള്ളം ആവശ്യമാണ് നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായി തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നേരത്തെ ഉപ്പിടണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ തിളച്ച സമയത്ത് മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ കൂട്ടാൻ നന്നായി വറ്റി വരുന്ന സമയത്ത് ഒരു പകുതി ഒന്ന് വറ്റിയത് മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ മീൻ അധികം വേവില്ല, അല്ലെങ്കിൽ മീൻ വെന്ത് പിളി പോലാവും. നമ്മുടെ കൂട്ടാൻ അങ്ങനെ തന്നെ. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് കറി എടുത്ത് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മുളക് കറി റെഡിയായി. ടാറ്റാ ബൈ ബൈ, സീ യു.